ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത പറഞ്ഞോളൂ. ഇനി തൊട്ട് അങ്ങോട്ട് ഷോർട്ട് വീഡിയോ നിർത്തി ലോങ് വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നോട്ടിനി എല്ലാം ഒരു 15 സെക്കൻഡ് 15 മിനിറ്റ് തുടക്കത്തിൽ തന്നെ മൂഞ്ചിയാണല്ലോ ഭഗവാന്. അപ്പോൾ 15 മിനിറ്റ് തൊട്ടുള്ള വീഡിയോസ് ആയിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നാടും പരിസരമൊക്കെ തന്നെ കാണാൻ. പിന്നെ ഇവന്മാരെ കുറച്ച് സാധനം ആണേ. ഇവിടെ ഫ്രണ്ടിൽ രണ്ടുപേരുണ്ട്. അപ്പൊ നമ്മളിപ്പോ പോണ സ്ഥലത്തിന്റെ പേര് പറഞ്ഞോളൂ. കുളമുട്ടം ലേക്ക് വ്യൂ. ഓ കുറച്ച് പരിഷ്കാരം പിടിച്ചത് സ്ഥലത്തിന്റെ പേര് അത് കസറിയിട്ടുണ്ട്. അപ്പം കായലിന്റെ ഒരു തീരം പഠിക്കാൻ പോയില് കാണാനുണ്ട്. ആ സത്യം. നീ എവിടെയാണ് പഠിക്കാൻ പോണേ? എന്തിനാണ് മണ്ണുണ്ടാക്കാനാ? ഡിഗ്രി ഡിഗ്രി പല ഡിഗ്രി ഉണ്ട്. നീ പറയാ ഡിഗ്രി ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റ്. നാല് ഫുഡ് ചുമ്മാ ആരെങ്കിലും ഉണ്ടാക്കി വെക്കണേനെ കുറ്റം പറ. അത് പണ്ടേ ഇവനുള്ള ശീലമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അപ്പം കുറ്റം പറയച്ചില്. അപ്പം ഇനി ബാക്കി ആ സ്ഥലത്ത് ചെന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. അടുത്ത് ചെന്നാലേ നിങ്ങൾക്ക് കാണാവുള്ളൂ കേട്ടോ. ഓ ആദ്യം തന്നെ വന്ന കണി തന്നെ അടിപൊളി. അയ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റൂലല്ലേ? അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായിരിക്കും നല്ലത്. നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ പാർക്കൊക്കെ ആയിപ്പോയി. എന്തായാലും വ്ളോഗ് ചെയ്യാൻ പറ്റൂല കേട്ടോ, കാരണം കുറേ പേര് ഇവിടെ നിൽക്കുന്നു. സാധനം ഫ്ലോപ്പ് ആയിട്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓണ് ഫുൾ സെറ്റപ്പായി. സ്പീഡ് ജെറ്റ് തന്നെ ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് കാണിച്ചു തരാം. ഈ ആൾക്കാരെ ഇടയിൽ പോയിരുന്ന് സംസാരിക്കാൻ ഒരു ഇതുണ്ടെങ്കിലും ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഓക്കെ, ഞാൻ ബാക്കിയെല്ലാം ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓ ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഇവിടെ ഒരുപാട് മാറിയില്ലേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ വരുന്ന സമയത്തൊന്നും. ഓ ഇപ്പൊ നല്ല വൃത്തിയായി. അതിനകത്ത് ആൾക്കാർ വരുന്നുണ്ടാന്ന്. നല്ല വൃത്തിയായി. ആ കുളിക്കാനല്ലേ അവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മാറി. ആ നിൽക്കുന്ന സ്പോട്ടിലാണ് നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നത്. ഇവിടെ ആളിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ഇപ്പൊ ഈ ഇതെല്ലാം വന്ന് ആണ്. ഇത് മറ്റേ നമ്മളെ വക്കത്ത് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. അത് ഇവിടുത്തെയാണ്. ഇവിടെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ കുറച്ച് പാക്കേജും കാര്യങ്ങളെല്ലാം ഇവിടെ ഇനി വരും. വക്കത്ത് കാരണേ വക്കത്താണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളതെന്നാ. ഓ ഇവിടെ എത്ര ചൂടായാലും ഈ ഇവിടെ വന്നിരുന്ന ആ ചൂടൊന്നും അറിയത്തില്ല. നമ്മളെ കണ്ണൊന്നും ചെറുതായിട്ട് ഇങ്ങനെ അടഞ്ഞു പോകുമെന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ വെയിലും ചൂടൊന്നും അറിയത്തില്ല കേട്ടോ. അതാണ് മെയിൻ. ഒരു ഫുള്ള് കേട്ടോ. പറ ഇതാ കാണാൻ പറ്റൂലടാ ഇവർക്ക്. വെയിൽ അവിടെ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ താഴ്ചയില്ല. എടാ ഇത് എവിടത്തെ ബോട്ടാണ്ട്രാ? ഇത് എവിടത്തെ ബോട്ടാണ്? വക്കത്തേന് വക്കത്തെ ബോട്ട് ഇത്രയും ലോങ് വരൂ? അല്ല വെള്ളത്തിൽ കൂടെ അത്ര ലോങ് ഇല്ല. അവിടെ ആ ഒരു പോർഷനിൽ ട്രെയിൻ പോണതൊക്കെ അതെയല്ല, അവിടെയും കാണാം ഇവിടെയും കാണാം. ആ ഒരു ഇതിലും കാണാം. പക്ഷെ വലിയ ട്രെയിൻ പോണത് കാണുന്നത്, അതായത് വലിയ നീളത്തിൽ കാണണമെങ്കിൽ അവിടെയാണ് കാണാം. ഇവിടെ ചെറുതായിട്ടേ കാണാൻ പറ്റും. അതാണ് കൊള്ളാം. ഓ
വീഡിയോ എടുക്കാൻ സമാധാനപരമായിട്ട് വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒടുക്കത്തെ ആള് എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ ആളില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ആള് കുറഞ്ഞൊരു സ്ഥലത്താണ്. കുഞ്ഞു പിള്ളേരാണ് ശരി. ഫാമിലിയും കാര്യങ്ങളെല്ലാം അപ്പുറത്ത് അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയൊന്നും പോയിരുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആദ്യമായിട്ടല്ലേ ഇതൊക്കെ. ഇതാരാണെന്ന് അറിയാമോ ഗൈസ്? നമ്മളെ കൂടെ അമ്പു. എന്നാലും നമ്മള് നാച്ചുറൽ ആയിട്ടുള്ളത് വരുള്ളൂ. എനിക്ക് ആ സ്പീഡ് ബോട്ടിന് എത്രയെന്ന് ചോദിച്ചാൽ കയ്യിലുള്ള പൈസ കൊടുത്ത് അതിൽ കയറിയിട്ട് ഒരു കണ്ടന്റ് നമുക്ക് ഒപ്പിക്കാം. പക്ഷെ കണ്ടിട്ട് എനിക്കും അല്ല അങ്ങനെയാണ് പോകുന്നത്. അതാ അതിൻ്റെ അത്രയും ഒരു ഫീൽ കിട്ടണം അങ്ങനെ ആടി വരാൻ. അത്രയ്ക്കുള്ള ഫീലൊന്നും വേണ്ട കേട്ടാ. അങ്ങനെയാണ് അങ്ങനെ ആണത്തം കാണിക്കണത് മണ്ടത്തരം കാണിച്ചിട്ടാണോ? നീ റൊണാൾഡോയുടെ കാലിൽ പോയി നോക്കിട്ടോടാ. റൊണാൾഡോയുടെ കാല് വെള്ളം പായലായി. അത് അതിന്റെ ബാക്കിൽ ചെന്ന് നോക്കിയാണെങ്കിൽ കുറെ കക്കയും അല്ലല്ല, അതിനെ മറ്റില്ല. അതിനെന്തിനു പറഞ്ഞാൽ നമ്മള് ഹോട്ടലിൽ കാണുന്ന സാധനത്തിന് ഒച്ച അല്ലടാ, നമ്മള് മറ്റില്ല കറിയൊക്കെ വെക്കുമല്ലോ. കൂട്ടുകാരാ, ആ കക്കയല്ലടാ, കക്ക. അന്ന് അതിന് കക്കയെന്നാണ് പറയണത്. നത്തക്ക. കക്ക ചിപ്പിയാന്ന്, തോട്ടില് ചിപ്പിയാന്ന്. ഇവൻ ആരുടെ പോയി തോട്ടിലുള്ള സാധനം എന്ന് പറഞ്ഞപ്പോ ചിപ്പിയാന്ന്. ഇത്രയൊക്കെ ഉള്ളു ഇവന്മാരെയൊക്കെ വിവരം. ഇറങ്ങിക്കാണ്ട, ഇറങ്ങി വെക്കാൻ അങ്ങനെ അങ്ങനെ പയ്യ പയ്യ ഇറങ്ങി. സ്റ്റെപ്പാണ് നീന്താ അറിയാം. ഇവൻ എന്തിനറിയാം? ഇവിടെയൊക്കെ നമ്മള് പണ്ട് വന്നിട്ട് ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞ. ഒരു ചെറിയൊരു കുഴി കണക്ക് വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. ഇതിനെ കെട്ടിയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ ഇവിടെയൊക്കെ വന്ന് ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഇവിടെ ഫുൾ സെറ്റപ്പായി. ഇവിടെ റിസോർട്ടൊക്കെ വരാൻ പോകണമെന്നൊക്കെ പറയും. റിസോർട്ടൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും അല്ലേ, എല്ലാം മുഖച്ചായ അങ്ങ് മാറും. എന്തായാലും കൊള്ളാം, പാക്കേജ് ഇവിടെയും കൊടുക്കാം. ആ ശരിയാണ്, ഇവിടെ എന്തായാലും അറിയാവുന്ന 2-3 പേരൊക്കെ കാണും. അവിടെ റൂമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഈ മാറ്റത്തെ കുറിച്ച് എന്തെങ്കിലും ഈ കുളം നമ്മുടെ മുമ്പ് കുപ്പിയില് ചൂണ്ട കെട്ടി എറിഞ്ഞത് ഓർമ്മയുണ്ട്. അന്നദാനം നടത്തിയ 2 ആൾക്കാരുണ്ടായിരുന്നു, സിബിനും സത്യം സത്യം. അതും ഈ മീനുകൾക്ക് ഭക്ഷണം ഇല്ലാതെ ഇവിടെ മഞ്ഞപ്പൊടിയാ കോഴിയുടെ കൊടല് അടിച്ചോണ്ടോന്ന് ഓർമ്മയില്ലേ? പൊറോട്ട മാവ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഒരു മീൻ്റെ ഒരു മറ്റേ നമ്മളെ തോട്ടി കാണുന്ന മീൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാനത്തണ്ണി പോലും വന്ന് അതിൽ കൊത്തിയില്ല. പക്ഷെ ഫുഡെല്ലാം പോവുകയും ചെയ്തു. മീനെല്ലാം കൊത്തിക്കൊണ്ടുപോയി, ഒന്നും കൊടുത്തില്ല. അതിലൊരു മഹാനുഭാവം. വളരെ നല്ല മാറ്റം. ഈവനിങ് വ്യൂ ആണ് കേട്ടോ. നമ്മൾ കുറേ നേരമായി നമ്മളിവിടെ കാര്യം പറഞ്ഞ്, നമ്മൾ ഈ കാര്യം പറഞ്ഞതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോഴാണ് ഫോൺ എടുത്തത്. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പം സമയം പോയത് അറിഞ്ഞില്ല. അല്ലേ ചേട്ടാ, നമ്മൾ ഇത്രയും നേരം കാര്യം പറഞ്ഞ് ഇന്ന് സമയം പോയത് അറിഞ്ഞില്ലേ? കുറേ വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ നമ്മളിവിടെ കാര്യങ്ങൾ നമ്മൾ ഈ ഇങ്ങനത്തെ സഭകളിലും നമ്മൾ ഫോൺ അധികമൊന്നും യൂസ് ചെയ്യത്തില്ല. ഈവനിങ്ങിലൊക്കെ വന്നിരുന്ന് ഇത് കണക്ക് ചില്ല് സമാധാനപരമായിട്ട് വന്നിരുന്ന് പോകാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. ഇത് കുറേ ഉണ്ട്. അവിടെയൊക്കെ മറ്റേ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മറ്റേ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ വരും. വന്നിരുന്ന് പോയിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ പോണ വഴിയിൽ അടുത്തത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞേട്ടാ.
നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞ് അല്ലെ ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചൊന്ന് പറയാം. ഭയങ്കര മനോഹരമായ ഒരു സ്ഥലം. സമയം പോയതൊന്നും അറിയത്തില്ല കേട്ടോ. നല്ല നൈസ് പ്ലേസ് ആണ് കേട്ടോ. നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ വരണം. ഒറ്റയ്ക്ക് വന്നാൽ മതി കേട്ടോ, കൂടാരെയും കൊണ്ടുവരണം. എന്നാ വേറെ ചിന്തകൾ. ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് അടുത്തത് കാണിച്ചാലേ കേട്ടോ. അടുത്തത് ഒരു അവിടെ റിസോർട്ടാണ്. ഇപ്പൊ നമ്മള് പോണടുത്ത് നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഇത് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന ഇതുവഴിയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ക്ലോസ് ചെയ്തു. കാറ് ചിലപ്പോഴേ പോകണമെന്നാണ് പറഞ്ഞത്. റോഡ് കണ്ടിട്ട് പോകുമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കാർ എടുത്തിട്ടില്ല, നടന്നു പോവാന്ന് വിചാരിച്ച്. അന്ന് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, കാറ് വരെയൊക്കെ ചെയ്യും കേട്ടോ. ഇതുവരെ എന്തായാലും കാറ് വരും, പക്ഷെ ഓപ്പോസിറ്റ് ഏതെങ്കിലും വണ്ടി വന്നാലേ ട്രാപ്പ് ആവത്തുള്ളൂ. ബെറ്റർ കാർ അവിടെ വെച്ചിട്ട് ഇച്ചിരി നടക്കാൻ വരാം എന്നുള്ളതാണ്. ഇതാണ് ആ വഴി. ഇതാണ് കേട്ടോ ആ റിസോർട്ട് എന്ന് പറയുന്നത്. റൂംസിൻ്റെ കേസ് അറിയത്തില്ല. റൂംസ് വേണവർ ഇതാ ഇവിടെ നമ്പറുണ്ട്, നമ്പർ എടുക്കും. ഇതൊക്കെ ഉള്ളു. ഇത് ഫ്രീ പ്രൊമോഷനാണ്. ഈ റിസോർട്ടിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്കും എൻ്റെ പങ്കാളിമാർക്കും റൂം വെറുതെ തരേണ്ടതാണ്. സ്ഥലത്തോട്ട് പോകുന്ന വഴി ഇതാണ് കേട്ടോ. ഇവിടുത്തെ പ്ലേസിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ പ്ലേസിൻ്റെ വ്യൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു നടന്ന് കാണും. ഒരു ആലപ്പുഴയൊക്കെ പോകുന്ന ഒരു ടച്ചാണ്. എനിവേ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാണിച്ചില്ല. ആൾക്കാർ പറഞ്ഞോണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചമ്മല. ഇവിടെ എനിക്ക് ഇത് തോന്നുന്നത് ഈ റിസോർട്ടിൽ വന്നവർക്ക് ഇതാക്കുന്നതാണ്. ആ റിസോർട്ടിൽ ഇറങ്ങുന്നവരാണെന്നാണ് തോന്നുന്നത്. അധികം ഇവിടെയൊന്നും അധികം ആഴില്ല, പക്ഷെ അവർ ആ പോകുന്ന ഭാഗത്തൊക്കെ നല്ല ആഴമാണ് കേട്ടോ. ഈ നിൽക്കുന്നിടത്തൊന്നും അധികം ആഴമോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നല്ലൊരു പ്ലേസ് ആണ്. അന്ന് ഞാനൊരു കാര്യം കിട്ടാം, ഇത്രയും അടിപൊളി സ്ഥലം കിടന്നിട്ട് നമ്മളിത് അറിഞ്ഞില്ല. നമ്മൾ വരുമ്പോൾ ഈ പറഞ്ഞ ഈ കെട്ടിടമോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലി നമ്മളിത് ലാസ്റ്റ് വരുന്നവരെ ഈ മീനെ വളർത്തുന്ന സെറ്റപ്പോ ഈ പാർക്കോ ഒന്നുമില്ല. ഈ റിസോർട്ട് പോലും ഇവിടെ ഇല്ല. നമ്മൾ അവിടെ നിൽക്കുന്ന അവിടെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഇത്രയും മാറി കേട്ടോ. പക്ഷേ ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. ഇത്രയും മനോഹരമാവുമെന്ന് അറിഞ്ഞൂടെ. ഇതാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളിവിടെ വന്നത് ലേറ്റായിപ്പോയി. നമ്മളിപ്പോൾ ഒത്തിരി ആണ് ട്രെയിൻ അത് ഇവിടെ കാണത്തില്ല. ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങുന്നു. സന്ധ്യ ഇപ്പം തന്നെ 6:30 ലേറ്റായി. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് ഇവിടെ വന്നത് ഇവിടുത്തെ വഴി നമുക്ക് അറിഞ്ഞൂടെ. നല്ലൊരു ആംബിയൻസ് ഉണ്ട് അവിടുത്തെ. ആ റിസോർട്ടിൽ മൂന്ന് റൂമെന്നല്ലേ പറഞ്ഞു. 3 റൂം, അതിൽ 2 കെട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു പുതിയത്. 3 റൂം 4 കേട്ട് 3 കെ അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. റേറ്റൊക്കെ വരുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടും നമ്മൾ ബാക്കി റിസോർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വർക്കലയിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കായൽ തീരമെന്ന് പറയാൻ ഇത് ഇത്തിരി ബെറ്റർ ആയിട്ട് വരുന്നുണ്ടല്ലേ. അത്രയും നല്ല പ്രൈവസി ഉള്ള ഒരു അടിപൊളി ഒരു ഫുള്ള് ഒരു ഇതിനകത്ത് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഇത്. അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ പ്രൈവസി ഉണ്ട്, നല്ല ഇതുണ്ട്, പ്രൈവസി ഉണ്ട്. നമ്മളിവിടെ നിന്ന് എന്തായാലും തെറിക്കുന്നു പോകുന്നു. പൂള് വേണ്ട, എന്തായാലും നമ്മളിവിടെ നിന്ന് എന്തായാലും ഇറങ്ങുന്നു. ബാക്കി ഞാൻ കാറിൽ കയറിയിട്ട് നേരം. അപ്പം നേരെ ഇനി വീട്ടിലോട്ട്. അപ്പം ഇനി നേരെ വീട്ടിലോട്ട് കേട്ടോ. ഞാനല്ല വണ്ടി എടുക്കുന്നത്. വണ്ടി എടുക്കുക അവിടെ 2 പേരുണ്ട്. ഈ കാണുന്ന തടിയൊക്കെ ഉള്ളവന്മാർക്ക് വണ്ടിയൊന്നും ഓട്ടിക്കത്തില്ല. ഞാൻ വണ്ടി ഇവിടെ നിന്ന് ഈ തിരക്കുള്ളിടത്തുനിന്ന് വിളച്ചോണ്ട് വന്ന് ഇനി ഇവിടെ നിർത്തി കൊടുക്കണം. അപ്പോൾ അത് ഇനി സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് ഇനി അവിടെ നിന്ന് വണ്ടി എടുക്കും. കാണുന്നമാരതെ എടുക്കുന്നില്ല, വണ്ടി എടുക്കുന്നില്ലേ? ഓക്കെ എടാ, സ്ത്രീക്കൂടെ ഇറങ്ങിക്കൊള്ളാം. അപ്പോൾ വീട്ടിൽ പോകണമെങ്കിൽ മുമ്പ് ഒരു ടവല് വാങ്ങണം കേട്ടോ. നാളെ ജിമ്മിൽ കൊണ്ടുപോകാനായിട്ട് എൻ്റെ ടവല് കീറിപ്പോയി. അപ്പോൾ പുതിയ മേടിക്കണം. കറക്റ്റ് ലൈനല്ലേ? അത് കറക്റ്റ് ലൈനാണ്. അപ്പോൾ ഇനി നേരെ പോയി കടയിൽ പോയി ഒരു ടവല് ഉണ്ട് കിട്ടുമെങ്കിൽ ടവലും മേടിച്ച് നേരെ വീട്ടിലോട്ട്. ഇതാണ് കേട്ടോ ഷോപ്പ്. അപ്പോൾ ഒരു ടവല് മേടിക്കാം. എടാ നല്ല കളക്ഷൻ അല്ലേ, നല്ല തുണിയല്ലേ. ഇതാണ്ടാ ഞാൻ പറഞ്ഞാണ്ട് ഈ ടൈപ്പ് പാൻറ്റാണ് ഞാൻ പറഞ്ഞത്.
നല്ല നല്ല കളക്ഷൻ. അപ്പോൾ ഞാൻ ടവൽ മേടിച്ചിട്ട് വന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട്. ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റും കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ. കാരണം ഇതൊന്നും അങ്ങനെ ചെയ്ത് വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് തെറ്റുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.